Good morning, all. Good morning, ma'am. Morning. Good morning. Yeah, good morning. Morning, miss. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, everyone. How are you all? Fine. Hope you all doing well. Okay. Fine. Yeah. Okay. Okay. Which topic we discussed in the previous class? Anyone can say that? Which topic? Pronoun. Sorry? Pronoun. Pronoun. Okay. All that clear? Any doubt? Do you have any doubt? Yes, doctor. Yes. Okay. Okay, then we can revise it again. Okay. Okay, are you ready for the class? Yes, ma'am. Yes. Okay. Let's begin. Pronoun. Alle, pronoun. We have already discussed the topic. Alle, already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ പ്രോണൗൺ എന്താണെന്നൊക്കെ. അപ്പൊ ക്ലിയർ ആയില്ല എന്നാണ് പറയണത് അല്ലെ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞാലോ? Yes, Okay. ma'am. ഓക്കെ. അപ്പൊ എന്താണ് പ്രോണൗൺ എന്താ? വാട്ട് ഈസ് പ്രോണൗൺ? നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡിനെ പ്രോനൗൺ എന്ന് പറയും. Okay, can you tell in English? Pronoun is used as a substitute for a noun to avoid the repetition of the noun. Yeah, okay, clear. For the മനസ്സിലായല്ലേ? Okay. Our examples? I, she, he, you, we, they. I, you, we, they, അല്ലേ? He, she, it. ഇതൊക്കെയാണ് എന്ത് pronoun അല്ലേ? Okay, any sentence? Example പറയാവോ sentence ആയിട്ട്? നോക്കാതെ പറയൂ. ഈ നോട്ടിൽ കാണുന്ന എക്സാമ്പിൾസ് ആരും പറയണ്ട. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് എക്സാമ്പിൾസ് പറയൂ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങനെ ഒരുപാട് ഇതായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണ്ട. ഒന്ന് റിലാക്സ് ചെയ്യാ. നമുക്ക് ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ട് നമുക്കിപ്പോ ഒരു ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിച്ചിട്ട് പോവാ ക്ലാസ്. ഓക്കെ, കുറച്ചുകൂടെ നല്ലതല്ലേ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ എല്ലാവരും. She is a beautiful girl. Oh, she is a beautiful girl. Okay. അത് നോക്കി പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ പറയൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മിസ്റ്റേക്ക് വന്നാലും സാരില്ല. എക്സാമ്പിൾ പറയൂ എല്ലാവരും. പറയൂ. She is a smart girl. Yeah. Then, He is a brave boy. then. പറയൂ, എല്ലാവരും പറയൂ. ഒരാൾ തന്നെ പറയല, എല്ലാവരും പറയൂ. സെറ്റ് ചെയ്യാനും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പറയൂ. സെന്റൻസ് മേക്ക് ചെയ്യാൻ പഠിക്കൂ. പറയൂ. മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കുള്ളൂ ഇംഗ്ലീഷ്. അതങ്ങനെയാണ്. സോ ട്രൈ. ഓക്കെ. She has many chocolate. Okay. She is a good teacher. Yeah. Okay. Okay. അപ്പൊ ക്ലിയർ അല്ലേ? ഈ പ്രോണോണിൽ നോട്ട് കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? കിട്ടിയായിരുന്നോ? എന്തോ കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾക്ക് കൺവേ ആവണില്ലേ? മനസ്സിലാവും? വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? അത് പറയോ? ഇല്ല.
എല്ലാവരും ഇല്ലാന്ന് തന്നെയാ പറയുന്നേ? എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ പറയാ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, എന്തായാലും പറയൂ. അപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോവാലോ. പറയൂ. ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് മാം. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുമ്പോ ഞാൻ എടുക്കുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണോ? അതല്ലാതെ മിസ് അതെ, നമുക്ക് മുന്നേ ഇതിന്റെ അറിയാവുന്നവരുണ്ടല്ലോ, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് കുഴപ്പമില്ല, അവരത് കണ്ടിന്യൂ ആയിട്ട് പൊക്കോളൂ. പക്ഷെ ചിലര് ഒരുപാട് ടൈം എടുത്ത് ഈ ഇതിലേക്ക് വന്നവരുണ്ടല്ലോ, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട്, ആ ഒരു ടൈം കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അത്ര ലേറ്റ് ആയിട്ട് വരുമ്പോഴേ ക്ലാസ് ഇത്തിരി ബുദ്ധിമുട്ടാന്നാണ് പറയുന്നത്. അവർക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണം എന്നാണ് പറയണത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിത് ഇതൊക്കെ ഗ്രാമറൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചതാ അല്ലെ. ഇപ്പൊ അങ്ങനെ ഗ്രാമർ ഒന്നും ആരെങ്കിലും പഠിക്കാറില്ല പൊതുവെ അല്ലെ. അപ്പൊ ഗ്രാമർ പഠിക്കാൻ കുറച്ച് ടഫാണ്. അത് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട് അല്ലെ. കുറച്ച് ടഫാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ഇപ്പൊ ഞാനിപ്പോ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് വരും. നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം, എക്സാമ്പിളോട് സംസാരിച്ചു പോവാം, അല്ലാതെ ഒരു വഴിയില്ല. നമുക്ക് മാക്സിമം ഞാൻ നോക്കാം, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാരണം ഇതൊക്കെ സിമ്പിൾ അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം ലാസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രോണോൺ എന്താണെന്ന് മനസ്സിലായി അല്ലെ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പോ 71 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. ഈ 71 സ്റ്റുഡൻസിന് മനസ്സിലായില്ല എങ്കിൽ ആർക്കാണ് മനസ്സിലാവാത്തത് എന്ന് വെച്ചാൽ ഒന്നിലേക്ക് കമന്റ് ചെയ്യാം. നമുക്കത് അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകാം. എന്റെ പേര് അശ്വതി. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഒരു മടിയും വിചാരിക്കരുത്, ചോദിക്കുക. കാരണം എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോ കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട് മനസ്സിലായിരുന്നു, അത് വിചാരിച്ചാ ഞാൻ പോകുന്നേ. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കണം എന്നോട്, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ മാക്സിമം നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ മാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, അപ്പോ പ്രോണൗൺ എന്താന്ന് മനസ്സിലായല്ലോ. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? നോ മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, പേഴ്സണൽ പ്രോണൗൺ അല്ലെ. ഇപ്പൊ പ്രോണൗണിൽ തന്നെ 9 പ്രോണൗൺസ് ഉണ്ട്, 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിലൊന്നാണ് എന്ത് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. പേഴ്സണൽ എന്താ മീനിങ്? എന്താ പേഴ്സണൽ മീനിങ് ഞാൻ പറയണോ? വ്യക്തിപരമായ. മനസ്സിലായല്ലോ, വ്യക്തിപരമായ പ്രോണൗൺസ് ആണ് എന്ത് പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതിനെ ഒരു 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഏതാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ അല്ലെ. സബ്ജക്റ്റിൽ വരുന്നതാണ് എന്ത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. ഓക്കെ, സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് എന്ത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഇംഗ്ലീഷിന് വേണ്ടി എല്ലാവരും നോട്ട്ബുക്ക് കയ്യിൽ കരുതാം എപ്പോഴും. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഓക്കെ, കാരണം ഇത് സ്ക്രീനിൽ കാണുന്ന നോട്ട് നിങ്ങൾക്ക് PDF സെൻഡ് ചെയ്ത് തരും. അല്ലാതെ എക്സ്ട്രാ നോട്ട്സ് നമ്മൾ എഴുതിയെടുക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് മലയാളത്തിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. കുറച്ച് നോട്ട്സ് ഞാൻ അല്ലാതെ പറഞ്ഞു തരും. ഓക്കെ, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ എന്താ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്താ? പറയൂ, മനസ്സിലായത് ആർക്കാന്ന് വെച്ചാൽ അവര് പറയൂ. സെന്റൻസിൽ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ്. അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ അല്ലേ. ഇപ്പോ ഇവിടെ കണ്ടില്ലേ, മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ മീര എന്ന് പറയുന്നതാണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ. അപ്പോ ആ സബ്ജക്റ്റിന് ആ മീര എന്ന പേരിന് പകരം എന്താ അവിടെ യൂസ് ചെയ്യാ? ഷീ. അപ്പൊ ഷീയും എന്താ സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ. അതാണ് എന്ത് സബ്ജക്റ്റീവ് പ്രോണൗൺ. ഹീസ് ക്ലവർ. ഈ ഹി എന്ന് പറയുന്നതാണ് ഇവിടെ സബ്ജക്റ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോണൗൺ ആണ് എന്ത് ഹി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ സെന്റൻസിൽ ഹി എന്ന് പറയുന്നത്
സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കിയേ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടൈഗർ. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? ഈ സെന്റൻസ് ഒബ്ജക്റ്റ് ഏതാ? Tiger. അപ്പൊ ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അവിടെ വന്നിരിക്കുന്ന പ്രോണൗൺ ഏതാ? ഇറ്റ് ആണ് അല്ലെ? അപ്പൊ അതെന്താ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ് അല്ലെ? ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കോ. ഓക്കെ, നോട്ട് എടുത്തില്ല എല്ലാവരും? ഞാൻ പറയട്ടെ. ഈ നോട്ടിലൊന്നും ആരും എഴുതണ്ട, കാരണം ഈ PDF നിങ്ങൾക്ക് അയച്ചു തരും അവര്. ഓക്കെ, ഈ നോട്ടിലൊന്നും എഴുതണ്ട. എക്സ്ട്രാ ഞാൻ പറയുന്നത് മാത്രം നോട്ടിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ നോട്ടിലുള്ളത് ആരും എഴുതി വെക്കരുതേ, സ്ക്രീനിൽ കാണുന്ന ആരും എഴുതണ്ട. ഓക്കെ, എക്സ്ട്രാ ഞാൻ പറയാം. അപ്പൊ ഈ സബ്ജക്റ്റീവ് പ്രോണൗൺ ഇപ്പൊ 3 എക്സാമ്പിൾസ് ഈ നോട്ടിലുണ്ട് അല്ലെ? അത് കൂടാതെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഞാൻ പറഞ്ഞു തരാം. He's a brave soldier. He's a brave soldier. He's a brave soldier. നിങ്ങൾക്ക് എഴുതുമ്പോ കുറച്ച് വ്യാഖ്യാപം കൂടെ കിട്ടും. ഓക്കെ, എഴുതുന്നത് കുറച്ച് നല്ലതാണ്. He's a brave soldier. അതിൽ സബ്ജക്ട് ഏതാ? സോൾജിയറോ? സോൾജിയർ സബ്ജക്ട് ആണോ? ഹി അല്ലേ? ഹി ആണ് സബ്ജക്ട്. ഓക്കെ, നമ്മളിപ്പോ എഴുതുന്ന ഏതാ? സബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. You have done a great job. ഇതിൽ ഏതാ സബ്ജക്റ്റ്? ക്ലിയർ ആയില്ല. You have done a great job. നീ ചെയ്തൊരു വലിയ കാര്യമാണ്. You have done a great job. You have done a great job. അവിടെ സബ്ജക്റ്റ് ഏതാ? You. You are subject. It is the only way to make him happy now. It is the only way to make him happy now. It is the only way to make him happy now. It is the only way to make him happy now. It is the only way to make him happy now. It. It ആണ്. മാഡം ഒന്നുകൂടി പറയോ? It is the only way. അവളെ ഹാപ്പി ആക്കാൻ മാത്രമേ ഉള്ളൂ. It is the only way to make him happy. It is the only way to make him happy now. Okay. It's the only way to make him happy now. എഴുതിയോ എല്ലാവരും? ഓക്കെ മാം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റീവ് പ്രോണൗൺ ഏതാ വരാ? ഇറ്റ് സബ്ജക്റ്റ്. It ആണ് സബ്ജക്റ്റ് വരാ. ഓക്കെ, she is not coming with us. She is not coming with us. അവൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. She is not coming with us. 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 Okay, ഇതിൽ ഏതാ? She സബ്ജക്റ്റ്. She, yeah. She സബ്ജക്റ്റ്. അപ്പോ സബ്ജക്റ്റീവ് പ്രോണൗൺ എന്താ മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി ഡൗട്ട് ഉണ്ടോ? ഇല്ല മാഡം, ക്ലിയർ ആണ്. അറിയൂ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. എന്തേലും ആർക്കും ഉഷാറില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചില്ല? Clear ആണ്.
ഓക്കെ ആയിട്ടിരിക്കൂ. നെക്സ്റ്റ് ഏതാ? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. അപ്പൊ എന്താ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ അതിന് പറയുന്നത് പറയൂ. ഒബ്ജക്റ്റീവ് എന്തെങ്കിലും സാധനത്തെ കുറിച്ച് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത് പ്രോണൗൺ. അവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൽ വരുന്നതാണ് അവിടെ എന്താ പ്രോണൗൺ അല്ലേ? ഒബ്ജക്റ്റിൽ ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ഷീ ഹെൽപ്ഡ് ദം. ഇവിടെ ഒബ്ജക്റ്റിൽ ഏതാ വന്നിരിക്കുന്നേ? സബ്ജക്ട് ഏതാ? ഒബ്ജക്റ്റിൽ വന്നിട്ട് ദം ആണ് ഇവിടെ എന്താ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ. മാം ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാന്ന് പറയൂ. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന മീ വരും. മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമേ. എഴുതിയെടുക്കുകയാണോ? എഴുതിയെടുക്കണ്ട, ഇതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയേ. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ യൂസ്ഡ് ആസ് ഒബ്ജക്ട് ഇൻ സെന്റൻസ്. ഒബ്ജക്റ്റ് ഉപയോഗിക്കാനാണ് എന്താ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ യൂസ് ചെയ്യുന്നത് അല്ലെ? അത് ഏതൊക്കെയാന്ന് നോക്കി. മീ, യു, ഹിം, ഹർ, ഇറ്റ്, അസ്, ദം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റിൽ വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾസ് എഴുതൂ. യെസ് മാം. He went to school to wish them. He went to school to wish them. അവരെ വിഷ് ചെയ്യാനായി സ്കൂളിലൊക്കെ നമുക്ക് പോയി അല്ലേ? He went to school to wish them. ആരെ വിഷ് ചെയ്യാൻ? അവൻ ആരെ വിഷ് ചെയ്യാനാ സ്കൂളിൽ പോയേ? അവരെ. അപ്പൊ them ആണ് അവിടെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിക്കോ. എഴുതി കഴിഞ്ഞില്ല എല്ലാവരും? എഴുതിയോ? He went to school to wish them. ഓക്കെ, അടുത്ത പറയട്ടെ. ഓക്കെ മാം. She is hiding something from you. She is hiding something from you. She is hiding something from you. അവൾ ആരിൽ നിന്നാണ് മറച്ചു വയ്ക്കുന്നത്? അപ്പോ യു ആണ് അവിടെ ഒബ്ജക്റ്റ്. Okay, she is hiding something from you. Next step. Sam believes her more than him. Sam believes her more than him. ക്ലിയർ ആയില്ലേ മാഡം? Sam വിശ്വസിക്കുക. believes. Sam believes. believe ചെയ്യുക. believes. Sam believes her അവളെ more than him അവനേക്കാൾ അവളെ. her more than him. എഴുതിയോ എല്ലാവരും? Sam believes her more than him. Sam believes. സ്പെല്ലിംഗ് പറയണോ? BELIEVE. yes, believes her more than him. എഴുതിയോ? more than him. more than him. എഴുതിയോ? യെസ് മാം. എഴുതി. ഓക്കെ, ഇതില് ഒബ്ജക്റ്റ് ഏതൊക്കെയാ? ഒബ്ജക്റ്റ് പേഴ്സണൽ പ്രോണൗൺ ഏതൊക്കെയാ? പറഞ്ഞേ. ഏതാ? He, him. ഹിമും ഹെറും. He, her. Him and her.
Him and her. her ആണ്. Her and him. ആൻസർ പറഞ്ഞതിന് ശേഷം ഒന്ന് മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പോ ഇതിൽ ആൻസർ ഏതാ? ഹിം ആൻഡ് ഹർ ആണ് അല്ലെ? സാം ആരൊക്കെയാണ് വിശ്വസിച്ചത്? അവളേക്കാൾ അവനെ അല്ലെ? അപ്പൊ അവളും അവനും അവിടെ എന്താ? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ മനസ്സിലായില്ലേ? ഇനി എക്സാമ്പിൾ വേണോ? No, ma'am. നോ, ക്ലിയർ. ഓക്കെ, Right. നെക്സ്റ്റ് possessive adjective pronoun used to show ownership or possession അല്ലെ? പൊസിഷനെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് possessive adjective pronoun യൂസ് ചെയ്യുക. അവിടെ ഏതൊക്കെയാ? മൈ എന്റെ, യുവർ നിന്റെ, ഹിസ് അവന്റെ, ഹെർ അവളുടെ അല്ലെ, ഇറ്റ്സ് ഇതിന്റെ അല്ലെ, അവർ ദയർ, ഇതൊക്കെ എന്താ? possessive adjective pronoun ആണ്. സോറി, possessive personal pronoun ആണ്. possessive personal pronoun ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ. അപ്പൊ അവിടെ പറയൂ. മിസ് അത് ക്ലിയർ പറയാമോ? പൊസസീവ് പേഴ്സണൽ പ്രൊണൗൺസ്. പോസസീവ് എന്ന് പറയാൻ എന്താ? എന്റെ എന്നൊക്കെ നമുക്ക് പോസസീവ് ആണെന്ന് പറയില്ല. പോസസീവ് ആണ് അല്ലെ? എന്താ ഒരു നമുക്ക് എന്റെ ആണ്, ഓണർഷിപ്പ് അല്ലെ? എന്റെ ആണ്, എന്റെ. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കി, മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ. എന്റെ ഫ്രണ്ട് ഡോക്ടർ ആണ് അല്ലെ? എന്റെ അത്രയും സെന്റൻസ്, അത്രയും വേർഡ്സ് നോക്കാം. ഏതൊക്കെ വേർഡാ വന്നിരിക്കാൻ നോക്കാം. മൈ വരുമ്പോഴും യുവർ നിന്റെ, ഹിസ് അവന്റെ, അതൊക്കെ പറയണതൊക്കെ എന്താ? പോസസീവ് ആണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, മനസ്സിലായോ? മീനിങ് നോക്കാം. adjective pronoun ആണോ personal pronoun ആണോ? ഇപ്പോ സബ്ജക്റ്റിൽ എന്താ വന്നേ? സബ്ജക്റ്റില് ഹി, ഇറ്റ്, ഷീ, ദേ അതൊക്കെ വരുള്ളൂ. സബ്ജക്റ്റിൽ വരാം ഐ, യു, ഷീ, ഹി, ഇറ്റ് അതൊക്കെ സബ്ജക്റ്റിൽ വരാം. ഒബ്ജക്റ്റിൽ ഏതാ വരാ? ഹിം, ഹെർ, ഹിസ്, ഹെർ, ഹിം, യു, മീ അതൊക്കെ വരാം. ഓക്കെ, അസ്, ദം അതൊക്കെയാണ് ഒബ്ജക്റ്റിൽ വരാം. പൊസസീവിലോ എന്റെ, മൈ, നിന്റെ, യുവർ അല്ലെ, ഹിസ്, ഹെർ. ഹെറെല്ലാം സെയിം ആയിരിക്കുള്ളൂ. അവളുടെ അവന്റെ എന്നൊക്കെ പറഞ്ഞ എല്ലാം ഒരേ വേർഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഹിം അങ്ങനെയല്ല, ഹിം, ഹിസ് അല്ലെ? മനസ്സിലായോ? അപ്പൊ പൊസസീവിൽ എന്തൊക്കെയാ വരാ? നിന്റെ, അത് നിന്റെയാണ്, അത് എന്റെയാണ്, അത് അവരുടെയാണ് എന്നൊക്കെ പറയില്ല നമ്മ. അതാണ് പൊസസീവ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയി മാം. എക്സാമ്പിൾസ് നോക്കിയേ. മൈ ഫ്രണ്ട് ഇസ് എ ഡോക്ടർ. എന്റെ ഫ്രണ്ട് ഡോക്ടർ ആണ്. എന്റെ അവിടെ എന്റെ വന്നു അല്ലെ? അതുപോലെ വാഷ് യുവർ ഹാൻഡ്സ്. നിന്റെ കൈ കഴുകൂ, നിന്റെ കൈ കഴുകൂ അല്ലെ? ശരിയല്ലേ? ദിസ് ഇസ് മൈ ഹൗസ്. ഇത് എന്റെ വീടാണ്. ഓക്കെ, അതാണ് പോസസീവ് എന്ന് പറയാ. എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. യെസ് മാം. Her eyes are grey in color. Her eyes are grey color. Her eyes are grey color. Grey in color. Her eyes are grey. Color ആണ് grey in color. എന്താ പറയാ? മീനിങ് എന്താ? അവളുടെ കണ്ണ് ഗ്രേ കളറാണ്. കണ്ണുകൾ ഗ്രേ കളറാണ്. പൊസസീവ് ഏതാ വരാ? ഹെർ. ഹെർ ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. His paintings are beautiful. His paintings are beautiful. His paintings are beautiful. അവിടെ ഏതാ? His ആണ്. ഓക്കേ, എഴുതുന്നുണ്ടോ? എഴുതി കഴിഞ്ഞു എല്ലാവരും? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. I accepted their invitation. I accepted their invitation. I accepted their invitation. എന്താ അവിടെ എന്താ പറയാ? അയ്യാണോ? ആരാ ഇതാണ്? അയ്യ എന്താ? ഓക്കെ, അയ്യ എന്താ ഇവിടെ? അയ്യ
there ആണ്. ശരി. അപ്പൊ ഐ എന്താ? ഐ സബ്ജക്റ്റ് അല്ലേ? ഐ സബ്ജക്റ്റ് ആണ്. ഓക്കെ. അവിടെ എന്താ മീനിങ് എന്താ വരാ? അവരുടെ ഇൻവിറ്റേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു അല്ലെ? അവരുടെ. ഓക്കെ. അപ്പൊ there ആണ് അവിടെ എന്ത് പൊസസീവ്. ഇവിടെ സബ്ജക്ട് ഏതാ? ഐ സബ്ജക്റ്റ്. ഒബ്ജക്ട് ഏതാ? ഒബ്ജക്റ്റ് ഇൻവിറ്റേഷൻ അല്ലേ? ഇൻവിറ്റേഷൻ ആണ്. അതെ, അതാണ് ഇൻവിറ്റേഷൻ. പൊസസീവ് ഏതാ? ദയർ. ക്ലിയർ ആയോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ ഇനി? ക്ലിയർ ആണ്. Clear. ഒരു എക്സാമ്പിൾ എഴുതി. His handwriting is as good as mine. As good as mine. Mine ആണ്. MINE. Mine. സെന്റൻസ് ഒന്നും കൂടെ പറയോ? His handwriting. അവന്റെ handwriting എന്താണ്? മ്യൂട്ട് ചെയ്യോ? ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യോ? ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ്. വിഷ്ണുപ്രിയ മ്യൂട്ട് ചെയ്യൂ. അയ്യോ കണ്ടില്ല. His handwriting is as good as mine. 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 ഓക്കെ, എഴുതിയില്ല എല്ലാവരും? ഇതിലേതാ പൊസസീവ്? ഏതാ? മൈൻ. 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 മൈൻ മാത്രമുള്ള ഹിസ്സാണ്. ഹിസ്സും മൈനും അവിടെ എന്താ? പൊസസീവ് ആണ്. ഓക്കെ, നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൊസസീവില് വരിക ഏതൊക്കെയാ വരാൻ നോക്കിയേ? മൈ, യുവർ, ഹിസ്, ഹെർ അല്ലെ? ഹിസ് ഒക്കെയാണ് ഇവിടെ പൊസസീവ് വരിക. അങ്ങനെ ഇത്രയും വേർഡ്സ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വേർഡ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതെന്താ? പൊസസീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? Yes, ma'am. ഇത് തന്നെയാണ് പൊസസീവ് പ്രൊണൗണിൽ വരിക. ഓക്കെ, ഇപ്പൊ നമ്മള് പഠിച്ചത് സബ്ജക്റ്റീവ് പ്രൊണൗൺസിലാണ്. ഇപ്പൊ 3 എണ്ണം പേഴ്സണൽ പ്രൊണൗൺസിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ് പഠിച്ചത്. സെക്കൻഡ് പ്രൊണൗൺ ഏതാ നോക്കിയേ? പൊസസീവ് പ്രൊണൗൺ അല്ലെ? സെക്കൻഡ് പ്രൊണൗൺ പൊസസീവ് പ്രൊണൗൺ. ഇത് സെയിം ആണ്. ഇപ്പൊ പറഞ്ഞ സെയിം തന്നെയാണ് പൊസസീവിലും വരിക. ദിസ് കാർ ഈസ് മൈൻ. ദിസ് ഫ്ലാറ്റ് ഈസ് യുവേഴ്സ്. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പൊസസീവും ഇതും സെയിം ആണ്. ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പൊസസീവ് എന്ന് കേട്ടാല് ഇത്രയും വേർഡ് ഉപയോഗിക്കുന്നു ഓർക്കുക. മൈൻ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവേഴ്സ്, ദയേഴ്സ്, മൈ. ഓക്കെ, പറയൂ. ഇത് ആരും ഇണ്ടാത്തേ? പറയൂ. ഡൗട്ട്സ് അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കി റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗണിലേക്ക് പോവാം. റിഫ്ലെക്സീവ്, എംഫാറ്റിക് പ്രോണൗൺസ് എന്താ? ഗോപിക ഡൗട്ട് ഉണ്ടോ? പറയൂ, ചോദിക്കൂ. ഗോപിക ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോയാണ്. റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ. പൊസസീവ് പ്രോണൗൺ ഒന്ന് തന്നെയാണോ? എന്തോ? പൊസസീവ് പേഴ്സണൽ പ്രോണൗണും പൊസസീവ് പ്രോണൗണും ഒന്ന് തന്നെയാണോ? ഏകദേശം സെയിം ആണ്. ഓക്കെ, പൊസസീവ് എന്ന മീനിങ് ഇല്ലേ? പൊസസീവ് പ്രോണൗൺ, പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ എല്ലാം സെയിം ആണ്. ഓക്കെ, ഇത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഇതുവരെയും എടുത്തത് നിങ്ങളൊന്നും പറഞ്ഞേ. പ്രോണൗൺ എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ? നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോണൗൺ എന്ന് പഠിച്ചു. അതില് ഏതാ? പേഴ്സണൽ പ്രോണൗൺ ഉണ്ട്. പേഴ്സണൽ പ്രോണൗണിനെ 3 ആയിട്ട്
പറഞ്ഞു. ഏതാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. ഇത് മൂന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ പ്രോണൗൺ ആണ് ഇവിടെ പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പൊസസീവ് പേഴ്സണൽ പ്രോണൗണും ഏകദേശം ഇതും സെയിം തന്നെയാണ്. ഓക്കെ, Yes, miss. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് പ്രോണൗൺ. These pronouns are used in the object position when the subject and the object of the sentence are the same. ഒരു സെന്റൻസ് കണ്ടാല് അതില് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണ് വരുന്നതെങ്കിൽ അതെന്താ? റിഫ്ലെക്സീവ് പേഴ്സണൽ പ്രോണൗൺ ആണെന്ന് നമുക്ക് പറയാം. റിഫ്ലെക്സീവ് പ്രോണൗൺ എക്സാമ്പിൾസ് നോക്കിയേ. മൈസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്. ഇതിന്റെയൊക്കെ പ്ലൂറൽ ഫോം ആണ്. മൈസെൽഫിന്റെ എന്താ? അവർ സെൽഫ്, യുവർ സെൽഫ്സിന്റെ യുവർ സെൽഫ്, ഹിംസെൽഫ് ദം സെൽഫ്, ഹെർസെൽഫ് ദം സെൽഫ്, ഇറ്റ്സെൽഫ് ദം സെൽഫ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ എക്സാമ്പിൾ നോക്കിയേ. ഐ ഹേർട്ട് മൈസെൽഫ്, ഐ ഹേർട്ട് മൈസെൽഫ്. ഇവിടെ സബ്ജക്ട് ഏതാ? സബ്ജക്റ്റ് ഐ. ഒബ്ജക്റ്റോ? മൈസെൽഫ്. മൈസെൽഫ്. അതുകൊണ്ട് തന്നെ വേർഡ് ഫോം അല്ലേ മൈസെൽഫ്? യെസ് മാം. യെസ്. അപ്പോ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് സെയിം ആയിട്ട് വന്നാൽ ഇതെന്താ? റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. വി ഹേർട്ട് ourselves, വി ഹേർട്ട് ourselves. ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്താ? We and ourselves. Yeah. Next നോക്കിയേ. You hurt yourself. ഇവിടെ യുവും യുവർ സെൽഫ്. ഇവിടെ യു സബ്ജക്റ്റ്, യുവർ സെൽഫ് ഒബ്ജക്റ്റും ആണ്. ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ എന്താണ്? അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. യാ, കുറച്ച് എക്സാമ്പിൾ ചെയ്തേ. റിഫ്ലെക്സീവ് ഹെഡിങ് കൊടുക്കാം, എക്സാമ്പിൾ ചെയ്താ. ഹലോ, ഇതിന്റെ സെന്ററിൽ നിന്ന് പോയതാണോ? ആണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അവിടെ നിന്ന് പോയതാന്ന് തോന്നുന്നു. സെന്ററിൽ നിന്ന് പോയതാന്ന് തോന്നുന്നു. ക്ലാസ് കഴിഞ്ഞതാ? ക്ലാസ് കഴിഞ്ഞല്ല, അവിടെ എന്തോ ഇഷ്യൂ വന്നാന്ന് തോന്നുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തോ ഇഷ്യൂ വന്നാന്ന് തോന്നുന്നു. ഓക്കെ, സോറി ഫോർ ദ ഡിസ്കൺവീനിയൻസ്. അത് ഇവിടെ ഒരു ഇഷ്യൂ വന്നാണേ. കേൾക്കുന്നില്ല എല്ലാവർക്കും? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ ഇപ്പോ? ഇല്ല മാം, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ ഇപ്പോ? സ്ക്രീൻ വന്നിട്ടുണ്ട്. എന്തോ? നമ്മുടെ പോർഷൻ വന്നിട്ടില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്, പോർഷൻ വന്നിട്ടില്ല. പോർഷൻ വന്നിട്ടില്ല. സൂം ചെയ്ത് കാണുന്നില്ല. ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് അങ്ങനെ ഓരോ ചാപ്റ്റർ കാണുന്നു. കാണുന്നുണ്ടോ ഇപ്പോ?
നമ്മുടെ പോർഷൻ വന്നിട്ടില്ല, അല്ലാതെ കുറെ ഫയൽസ് വന്ന് കിടക്കുന്നേ ഉള്ളൂ മാം. ഓക്കെ, ഒന്ന് ഫയൽസ് വന്നു ചാപ്റ്ററിന്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. ഇപ്പോഴും കാണുന്നില്ലല്ലോ? ഓക്കെ ഓക്കെ, ഇല്ല മാം. Okay, ma'am. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? കാണുന്നില്ലേ? പോർഷൻ വേറെ കിടക്കുന്നുണ്ട്. യെസ് മിസ്. കറക്റ്റ്, ക്ലിയർ? ക്ലിയർ ആയി മാം. ഓക്കെ മാം. ഓക്കെ. വേറെ മാം ഡെമോൺസ്ട്രേറ്റീവ് ഫോംസ് ഒക്കെ വന്ന് കിടക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക്. മാം, ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ മാം, ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ റിഫ്ലെക്സീവ് എന്താ പറഞ്ഞിരുന്നേ? സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ എന്താ അത് റിഫ്ലെക്സീവ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ നോട്ട് എഴുതിക്കോളൂ. അങ്ങനെ അപ്പൊ ഹെഡിങ് കൊടുക്കുക, റിഫ്ലെക്സീവ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക എന്താ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ എന്ത് റിഫ്ലെക്സീവ് ആണെന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. എക്സാമ്പിൾ പറയട്ടെ? ഓക്കെ മാം, പറഞ്ഞോളൂ. Yes, ma'am. I completed the project myself. I completed the project myself. ഇതില് സബ്ജക്ട് എന്ന് പറയുന്ന ഐയും മൈസെൽഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. അവിടെ എന്താ ചെയ്തേ? ഐ കംപ്ലീറ്റഡ് ദ പ്രൊജക്ട് മൈസെൽഫ് എന്നാ പറയും. അപ്പൊ അവിടെ എന്താ മീനിങ്? എന്താ സെന്റൻസിന്റെ? ഞാൻ തന്നെ എന്റെ പ്രൊജക്ട് ഫിനിഷ് ഞാൻ ചെയ്തു. കംപ്ലീറ്റ് ഞാൻ തന്നെ ചെയ്തു അല്ലെ? ഞാൻ തന്നെയാണ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? അപ്പോൾ എന്താ ഇവിടെ മൈസെൽഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഞാൻ തന്നെ ചെയ്തു അല്ല പറയാ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ എന്താ അത് റിഫ്ലെക്സീവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസിൽ സബ്ജക്റ്റും ഉണ്ട്, അവിടെ എന്താ മൈസെൽഫ് എന്നുണ്ട് അല്ലേ? അപ്പൊ അതെന്താ? അങ്ങനെ കാണുമ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് you made this, you made M-A-D-E, made, you made the same mistakes you made the same mistakes yourselves. You made the same mistakes yourselves.
എഴുതിയോ? You made the same mistakes yourselves. ഇവിടെ ഏതാ റിഫ്ലെക്സീവ് പ്രോണൗൺ ഏതാ? You and yourself. You and your യു ആൻഡ് യുവർ സെൽഫ് അല്ല, യുവർ സെൽഫ് അവരാ. യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. യുവർ സെൽഫ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ റിഫ്ലെക്സീവ് പ്രോണൗൺ ഏതൊക്കെ വേർഡ്സ് വരാ? മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിം സെൽഫ്, ഇതൊക്കെയാ വരാ. അപ്പൊ ഇതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ വരാ. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് കീവേഡ്സ് ഇവിടെ കൊടുക്കുന്നില്ലേ? മൈ സെൽഫ്, യുവർ സെൽഫ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ പെട്ടെന്ന് ഇത് മനസ്സിലാവും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ എഴുതിയേ. പറയട്ടെ. Yes, ma'am. He pulled the heavy box. He pulled വലിക്കുക. He pulled the heavy box. He pulled the heavy box himself. He pulled the heavy box himself. ഹിംസെൽഫ് ആണ് അല്ലെ? ഹിംസെൽഫ് ആണ് അവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ വരാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? Yes, ma'am. Yes, ma'am. Next, okay, emphatic pronoun. Emphatic pronoun, we use the pronoun to emphasize some action. They are called emphatic pronoun. The emphatic pronoun have the same form as the reflexive pronoun. Simple ആയിട്ട് പറയാം, അത് ഒരു emphasize ആയിരിക്കും. അവിടെ emphatic pronoun ഒരു emphasize ആയിരിക്കും. Okay, heading എഴുതിക്കോളൂ, emphatic pronoun. ഇവിടെ നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയേ. ഐ മൈസെൽഫ്, ഈ ഐയുടെ കൂടെ റൈറ്റ് സൈഡിൽ എന്താ? മൈസെൽഫ് ഉണ്ട്. ഉണ്ടോ? Yes, ma'am. ഓക്കെ, അപ്പൊ എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത് they are used right after the noun they are emphasizing. എപ്പോഴും എന്താ? വലത് ഭാഗത്തായിരിക്കും അല്ലേ? കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് എപ്പോഴും ഒരു സെന്റൻസില് ഇപ്പൊ ഐയുടെ കൂടെ മൈസെൽഫോ അങ്ങനെ രണ്ടും ഒരുമിച്ച് കണ്ടാൽ അത് എന്താണ്? എംഫാറ്റിക് പ്രോണൗൺ എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? കൺഫ്യൂഷൻ ആവുന്നുണ്ട് എല്ലാവർക്കും? ഡൗട്ട് ഉണ്ട് മാം, ഇത് എന്നാ ക്ലിയർ ആയില്ല. ഡൗട്ട് ഉണ്ട്? എക്സാമ്പിൾസ് ചെയ്തു, ഞാനപ്പോ പറഞ്ഞുതരാം. രണ്ട് എക്സാമ്പിൾസ് എഴുതാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കി. they themselves did it. കണ്ടോ? ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ രണ്ട് സെന്റൻസ് പറയാം, എഴുതിക്കും. ഇതിന് എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് വേണോ? ഇത്തിരി അധികം തരുമോ? ഓക്കെ, I myself ഇവിടെ 4 ഉണ്ട് ഓൾറെഡി. ശരിയില്ല. I myself have arranged it. 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 ഇവിടെ എന്താ? ഐയും മൈസെൽഫ്. ഐയുടെ റൈറ്റ് സൈഡിൽ എന്താ? മൈസെൽഫ് ഉണ്ട് അല്ലെ? അങ്ങനെ നോക്കിയേ, ഐയുടെ റൈറ്റ് സൈഡില് എന്താ? മൈസെൽഫ് ഉണ്ട്. ഞാൻ തന്നെയാണ് അത് ക്രമീകരിച്ചത്. ഞാൻ തന്നെയാണ് അത് ക്രമീകരിച്ചത് അല്ലെ? ഐയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ മൈസെൽഫ് ഉണ്ട്. ഒരു രണ്ട് സെന്റൻസ് എഴുതി ഞാൻ പറയാം. She has opened the box. She has opened the box. Opened. OPENED. Opened.
She has opened the box herself. She has opened the box herself. She has opened the box herself. എഴുതിയോ? Yes, ma'am. Next sentence എഴുതിയേ. She herself has opened the box. She herself has opened the box. എഴുതിയോ? Yes, Yes, ma'am. ma'am. മീനിങ് എന്താ? മീനിങ് പറയണ്ട. ഈ രണ്ട് സെന്റൻസ് ഏതാന്ന് പറഞ്ഞു. Ma'am, First first reflexive open the box. pronouns ഉം Second രണ്ടാമത്തെ reflexive. imperative pronouns ഉം. രണ്ടാമത്തത് ഇത് രണ്ട് സെന്റൻസിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. അത് മനസ്സിലായില്ലേ? അവൾ തന്നെ വെട്ടി തുറന്നു. മീനിങ് എല്ലാം ഒന്നാ. ക്ലിയർ അല്ലേ? ഇവിടെ Yes, വന്ന ma'am. വ്യത്യാസം എന്താ? ഒന്ന് റിഫ്ലക്റ്റീവ് പ്രോണൗണും ഒന്ന് എംപത്തറ്റിക് പ്രോണൗണും. ഇത് ഫസ്റ്റത്തേത് ഷീ സബ്ജക്റ്റും ലാസ്റ്റ് വന്ന ഹെർസെൽഫ് ഒബ്ജക്റ്റും ആണ്. ഇത് രണ്ടാമത്തെ ഷീയും ഹെർസെൽഫും ഒരുമിച്ച് വന്നു, അപ്പൊ അത് എംപത്തറ്റിക് പ്രോണൗണും. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഇനിയും ഡൗട്ട് ഉണ്ടോ? പറയൂ. No, doubt ma'am. ഉണ്ടോ? ഇല്ല, ക്ലിയർ ആയി. എല്ലാവർക്കും ക്ലിയർ ആയോ? Clear ആണ് ma'am. ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കാം. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്താ? They are used to point out. Point to something or someone specific. Point out ചെയ്ത് പറയാം അല്ലേ? എന്താ? ഈ കൊട എന്റെ ആണ്. പോയിന്റ് ഔട്ട് എന്ന് പറയാം അല്ലെ? നമ്മൾ ചൂണ്ടിക്കാട്ടിയില്ല പറഞ്ഞത് ഈ കൊട എന്റെയാണ്. ആ ഒരു കൊടനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ പറയാം അല്ലെ? ഈ കൊട എന്റെ ആണ്. അല്ലെങ്കിൽ ഒരു പേന, എന്തെങ്കിലും പേന അവിടെ ഇരിക്കാം, അപ്പൊ പറയാം ഈ പേന എന്റെ ആണ് എന്ന് പറയും അല്ലെ? അത് ഏതെങ്കിലും ഒരു പേനിനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ പറയാം അല്ലെ? ഇപ്പൊ ഒരു ബുക്ക് ഇരിക്കുക, എനിക്ക് ആ ബുക്ക് ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കും അല്ലെ? ആ ബുക്ക് ഒന്ന് എടുത്ത് തരുമോ? അപ്പൊ എന്താ? ഏതെങ്കിലും ഒരു ബുക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും ചോദിക്കാം. ഓക്കെ, അതാണ് എന്ത്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. ക്ലിയർ ആയോ? അതിന് കീവേഡ്സ് നോക്കിയേ. ദിസ്, ദാറ്റ്, ദിസിന്റെയും ദാറ്റിന്റെയും പ്ലൂറൽസ് നോക്കിയേ. ദീസ്, ദോസ്. ഈ വേർഡ്സ് കണ്ടാൽ എന്താ? അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണെന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലായില്ലേ? എക്സാമ്പിൾസ് നോക്കിയേ. ദിസ് ഈസ് എ ഗുഡ് അംബ്രല്ല. അപ്പൊ നമ്മ ഒരു കൊട കണ്ടിട്ടുണ്ടാവും, നല്ല ഭംഗി ഒരു കൊട കണ്ടിട്ടുണ്ടാവും അല്ലെ? ആ കൊട കണ്ടതുകൊണ്ടാണ് നമ്മ ആ കൊടനെയാണ് പറയണത് അല്ലെ? ഈ കൊട എന്താ? നല്ലതാണ് അല്ലെ? പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. ദീസ് ആർ പ്ലേയിങ് അല്ലെ? അവര് കളിക്കുകയാണ്. കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടാണല്ലോ നമ്മളിത് പറയാ കളിക്കുകയാണ് അല്ലെ? എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് എഴുതിയേ. ദിസ് ഈസ് ദ ഹൗസ്. ഹെഡിങ് ഇടണേ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ഹെഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ മനസ്സിലായത് അത് മലയാളത്തിലോ എന്തായാലും ഷോർട്ടായോ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്താ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ? പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. അതെന്തിനെയാവും? സംതിങ് ഓർ സംവൺ സ്പെസിഫിക് അല്ലെ? പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് എന്തും എന്താ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ചിലപ്പോ ഞാൻ പറയുന്ന രീതിക്കായിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവാം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതൊക്കെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും വേഗമാണ് ഇത് ഇതാണ് ഡെമോൺസ്ട്രേറ്റീവ്, ഇതാണ് എന്ന് മനസ്സിലാവും അല്ലെ? എന്തോ എഴുതിയോ? ഓക്കെ, എക്സാമ്പിൾ. ദിസ് ഈസ് ദ ഹൗസ്.
This is the house I want to sell. This is the house I want to sell. This is the house I want to sell. ഈ വീടാണ് എന്താ എനിക്ക് വിൽക്കാനുള്ളത് അല്ലെ. This is the house I want to sell. അപ്പൊ എന്താ ഈ സെന്റൻസ് കണ്ടപ്പോ എന്താ മനസ്സിലായേ? അതൊരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആണ് അല്ലെ. ദിസ് ഈസ് ദ ഹൗസ്. ദിസ് വന്നു, അത് മാത്രമല്ല ആ ഹൗസിനെ പോയിന്റ് ഔട്ട് ചെയ്താ പറയാം അല്ലെ. ദിസ് ഈസ് ദ ഹൗസ് ഐ വാണ്ട് ടു സെൽ. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിയോ? എല്ലാവരും എഴുതിയോ? Yes, ma'am. യെസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിയേ. That is the boy. That is the boy. That is the boy who gives me money. അവനാണ് എനിക്ക് എന്താ പൈസ തന്നത് അല്ലെ. That is the boy who gives me money. Who gives me money. അവനാണ് നമുക്ക് എനിക്ക് ക്യാഷ് തന്നത് അല്ലെ. അവിടെ ദാറ്റ് എന്ന് പറയുന്നത് എന്താ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആണ് അല്ലെ. അപ്പൊ ദാറ്റിന്റെ ഇടയിൽ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എഴുതിയോ എല്ലാവരും? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിയേ. These are the shoes. These are the shoes. These are the shoes I bought yesterday. ഈ ഷൂസ് ആണ് ഞാൻ ഇന്നലെ വാങ്ങിയത്. ഈ ഷൂസ് ഒക്കെയാണ് ഞാൻ ഇന്നലെ വാങ്ങിയത്. These are the shoes I bought yesterday. അവിടെ ഏതാ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ? ഏതാ? These ആണ്. ഒരു എക്സാമ്പിൾ എഴുതിയേ. I really love this. I really love this. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. I really love this. അവിടെ ഏതാ? This. This. അപ്പോ this, that, those, these ഇതൊക്കെ വന്നാൽ എന്താ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആണ്. മനസ്സിലായോ എല്ലാവർക്കും ഇപ്പോ? Yes, ma'am. Yes, ma'am. Clear ആണ് ഇതുവരെ. ക്ലിയർ ആണ്. ക്ലിയർ ആയെന്നല്ലേ പറഞ്ഞേ? Yes, ma'am. ഇതുവരെ ഇന്നത്തെ ഇത്ര നേരത്തെ ക്ലാസ് ക്ലിയർ ആയി. Okay. Next, distributive pronoun. Distributive pronoun. Distributive pronoun നോക്കിയേ. each, either, neither ഇതൊക്കെ വന്നാല് എന്താ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓക്കെ, each, either, neither ഇതൊക്കെ വന്നാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. This pronoun which refers to persons or things one at a time. ഇത്രയും വിചാരിച്ചാൽ മതി. each, either അങ്ങനെ കുറച്ച് സെന്റൻസ് ഉണ്ട്. each, either, neither, everyone, none ഇതൊക്കെ വന്നാൽ എന്താ? no one ഇതൊക്കെ വന്നാൽ എന്താ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയണോ? മാം, എനിക്കത് ക്ലിയർ ആയില്ല. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസ്. This pronouns which refers to person or things one at a time. അല്ലെ, ഒരു പേഴ്സണെയോ തിങ്സിനെയോ എന്താ റെഫർ ചെയ്യാം ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. For the reason they are singular and as such they should be followed by singular verb. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ എന്താ പറയാ? ഇപ്പൊ നമ്മൾ കുറച്ച് കീവേഡ്സ് പറഞ്ഞില്ലേ എനിക്ക് മുന്നേ? ദിസ്, ദാറ്റ് ഇതൊക്കെ കണ്ടാൽ എന്താ? ഡെമോൺസ്ട്രേറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടീവിലും ഈച്ച്, ഐദർ, നൈദർ ഇതൊക്കെ വന്നാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അതിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കോ. കീവേഡ്സ് ഇവിടെ കൊടുത്തങ്ങനെ കണ്ടില്ലേ? ഏതൊക്കെയാ? ഈച്ച്, ഐദർ, നൈദർ അല്ലെ.
കുറച്ചുകൂടെ കീവേഡ്സ് ഞാൻ പറയട്ടെ. ഏതൊക്കെയാ എഴുതിക്കോളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് ഹെഡിങ് എഴുതാം. കീവേഡ്സ് എഴുതാം. കീവേഡ്സ് ഏതൊക്കെയാ? ഈച്ച്, ഐദർ, നൈദർ. ഈച്ച്, ഐദർ, നൈദർ. എഴുതിയോ? യെസ്. എനി, 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 ANY, എനി. നൺ, NONE, നൺ. ഇതൊക്കെ വന്നാൽ എന്താ? അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 അല്ലാണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം, എഴുതി വെക്കാം. പറയട്ടെ? ഓ, ടൈം കഴിഞ്ഞുള്ളൂ. ഓക്കെ, ഹി നെവർ റിപ്ലൈഡ് ടു എനി ഓഫ് മൈ ലെറ്റേഴ്സ്. എക്സാമ്പിൾ ആണ്. ഹി നെവർ റിപ്ലൈഡ് ടു എനി ഓഫ് മൈ ലെറ്റേഴ്സ്. He never replied to any of my letters. എഴുതിയോ? He never replied to any of my letters. എഴുതിയോ എല്ലാവരും? Yes, ma'am. ഇതിലേതാ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺ? ഏതാ? ഓക്കെ, ക്ലിയർ. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. None of them raised, RAISED, raised any objection. None of them raised any objection. ഇതില് നണ്ണും എനിയും. അതെ, ഇവിടെ നണ്ണും എനിയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതിയേ. None of us was going to the party. None of us was going to the party. None of us was going to the party. ഇതും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, അപ്പോ പഠിക്കാൻ ടൈമായി. നമ്മുടെ പ്രൊണൗൺ കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? യെസ് മാം, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇന്നുവരെ അടുത്ത് ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയുള്ള ക്ലാസ് മുന്നോട്ട് പോകും. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. Okay, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.